ഹലോ ഗായ്സ്. സോ നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത് വർലിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തർപ്പ എന്നുള്ള മൊഡ്യൂളാണ്. തർപ്പ ഡാൻസ് ഇത് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ബേസിക്കലി നമ്മളിതിന് മുന്നേ തർപ്പ ഡാൻസ് വരച്ചിരുന്നു. ഇതിൻ്റെ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഈ ഒരു ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലുള്ളതായിരിക്കും വരിക, ഒരു സ്പൈറലായിട്ട്. അപ്പോൾ ഐ ജസ്റ്റ് ലെറ്റ് യു നോ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഉള്ളിലൊരു സർക്കിൾ വരയ്ക്കുക. അങ്ങനെ 3 സൈസിലുള്ള സർക്കിൾ, അതായത് 3 റൗണ്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം ഉള്ളിലൊരു സർക്കിൾ വരച്ചു, പിന്നെ പുറത്തൊരു സർക്കിൾ, പിന്നെ ഒരു സർക്കിൾ. നിങ്ങളുടെ കയ്യിൽ കോമ്പസ് യൂസ് ചെയ്തിട്ടോ അതോ നിങ്ങളുടെ കയ്യിൽ റൗണ്ട് ഷേപ്പുള്ള എന്ത് സാധനം വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ 3 റൗണ്ട് വരയ്ക്കുക. ഈ സെപ്പറേറ്റ് വരച്ചതിന് ശേഷം ഇതിങ്ങനെ വരുന്നു. നമ്മൾ ഇവിടെ സെൻറ്റർ വിടുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഇതുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് ഈ ലൈന് ഇങ്ങനെ പോകും. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളൊന്ന് മായ്ച്ചു കൊടുക്കും. ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്തും. അങ്ങനെ ഇതുമായിട്ട് ജോയിൻ ആവും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിനെ ഈ ഒരു പോയിന്റിൽ നിന്ന് അടുത്തതിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് വീണ്ടും ഒന്ന് ഇത്തിരി സർക്കിൾ പോലെ ആക്കി കൊടുക്കണം കേട്ടോ നമ്മൾ. ഓക്കെ, അപ്പോൾ കണ്ടോ, കുറച്ചുകൂടെ ബെറ്ററായിട്ട് കുറച്ചുകൂടെ സർക്കിളായിട്ടുണ്ട്. ഓക്കെ, ഇനി അതിനെ വീണ്ടും ഇതിൽ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന് അവസാനിക്കും. ഇത്രയും ഭാഗം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നു, ഒരു സർക്കിളായി, അതിങ്ങനെ വന്നു പുറത്തേക്കെത്തി. അപ്പോൾ ഇങ്ങനെ വന്ന് ഉള്ളിലേക്ക് വന്ന് ഇതിനെ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്കൊരു സ്പൈറലായിട്ട് കിട്ടും. സ്പൈറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ഇങ്ങനെ ഉള്ളിൽ വട്ടത്തിലേക്കായി പോകുന്ന ഒരു സ്പൈറൽ. ഇങ്ങനെ വന്നു, ഇങ്ങനെ. ഇതാണ് ഫസ്റ്റ് അത് വരയ്ക്കേണ്ട രീതി. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, നമുക്കിതിൽ ഓരോന്നിലും ആൾക്കാരെ വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മളെന്താണ് ഈ ഒരു പോർഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അവരുടെ ബോഡിയുടെ മിഡ് പാർട്ടായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരേ അളവിൽ ഈ സർക്കിൾ ഏത് ഷേപ്പിലോട്ട് പോകുന്നോ ആ ഷേപ്പിലാണ് കേട്ടോ വരയ്ക്കേണ്ടത്. ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തത് ഇങ്ങനെ വരും. നാലാമത്തത് ഇവിടെ, അടുത്തത് ഇവിടെ. അങ്ങനെ നിങ്ങൾ കൃത്യമായി നോക്കിക്കോളൂ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന്. നമ്മൾ ആദ്യം വരച്ച സർക്കിളിനെ നമ്മളിതിൻ്റെ സെൻറ്റർ ആക്കിയിട്ടാണ് വരയ്ക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ ഇനി അടുത്ത റൗണ്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ടിനായിട്ടുള്ള ആ റോയിലേക്ക് കടന്നു. ഈ സർക്കിള് നമ്മൾ എന്തായാലും മായ്ച്ചു കളയും. അപ്പോൾ പെൻസിൽ കൊണ്ട് തന്നെ വേണം വരയ്ക്കാൻ. ഫ്രീ ഹാൻഡായിട്ടും സ്പൈറൽ വരയ്ക്കാം. നിങ്ങൾ വരയ്ക്കുമ്പോൾ തെറ്റണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സർക്കിൾസ് ആദ്യം വരച്ചിട്ട് ബാക്കിയുള്ളത് വരയ്ക്കാൻ പറയുന്നത് കേട്ടോ.
നമ്മൾ ഇത്രയും എത്തി. കണ്ടിന്യൂ ചെയ്ത് പോവാം നമുക്ക്. ഈ ഒരു ലൈനാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിൽ ഗ്യാപ്പ് കൊടുക്കുക. കാരണം നമുക്കിവിടെ ലെഗ്സ് വരയ്ക്കാനുള്ളതാണ്, അപ്പോൾ ഒത്തിരി ഗ്യാപ്പ് വിടണം കേട്ടോ. ഇനി അതിൻ്റെ ഫൈനൽ റൗണ്ട് എത്തി. നമുക്കിനി ഇതുവരെ വരയ്ക്കാനുള്ളൂ. നമ്മളിവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു. ഇത്രയാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ട്രയാങ്കിൾ വന്നു. ഇനി വേണ്ടത് ബോഡിയും ഹെഡൊക്കെ നമുക്ക് ലാസ്റ്റ് വരയ്ക്കാം. ഇപ്പോൾ ഈ ഒരു ഇത്രയും കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ഓരോ റോ ആയിട്ട് ഫില്ല് ചെയ്ത് അതിൻ്റെ കളറും എല്ലാം ചെയ്തിട്ട് വരാം. നമ്മൾ വെരി ഫസ്റ്റത്തെ ആളിനെ വരയ്ക്കുകയാണ്. വരച്ചു, അവരുടെ ബോഡി വരച്ചു. ലെഗ്സ് ഇങ്ങനെ കൊടുക്കുന്നുള്ളൂ ഞാൻ, കാരണം നമുക്ക് ഇവിടെയൊക്കെ വരുമ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആവും. അപ്പോൾ ലെഗ്സും ഹെഡും നമുക്കൊരിത്തിരി ചെറുതാക്കാം. ഹെഡ് എന്തായാലും പ്യുവർ ബ്ലാക്കാണ് കൊടുത്തു. ഈ പുള്ളി കൈ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, ഇനി അടുത്ത ആൾ ഹെഡ് കൊടുത്തു, ലെഗ് ഇങ്ങനെ വെച്ചു, ഇങ്ങോട്ടും കൊടുത്തു. ഈ കാലെല്ലാം സെൻറ്ററിലേക്കാണ് വരേണ്ടത് കേട്ടോ. പിന്നെ കൊടുത്ത് ഹെഡിനെ ഫില്ല് ചെയ്തു. നമുക്കിവിടെ ഒരു പുതിയൊരു ഫോം ഷേപ്പ് ചെയ്ത് വരുന്നതുണ്ടോ, കളറെല്ലാം കൊടുത്തു കഴിയുമ്പോൾ. അതാണ് റിയലായിട്ട് നമ്മൾ ഈ സർക്കിൾ. ഇപ്പം നമുക്ക് ഇനീഷ്യലി വരയ്ക്കുമ്പോൾ ഈ സർക്കിളിന് എന്തോ പ്രശ്നമുള്ള പോലെ തോന്നും. പക്ഷേ വൺസ് ഈ പെയിൻറ്റ് ഫുള്ളായിട്ട് വരും, അതായത് ഈ ഒരു ആർട്ട് അവിടെ വരുമ്പോൾ
നമുക്ക് പിന്നെ അത് എന്താണ് അങ്ങനെയെന്നുള്ളത് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. അപ്പോൾ കുറച്ച് പേര് നിൽക്കുമ്പോൾ അത് ആൾക്കാർ നിന്ന് ഫോം ചെയ്ത് വരുന്ന ഒരു സർക്കിളായിട്ട് തന്നെ തോന്നുന്നു. ഇനി അടുത്ത സെഗ്മെൻറ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അടുത്ത സെക്ഷനിലേക്കുള്ള ആ ഒരു എൻട്രി പോയിൻ്റാണത്. ഈ ഹാൻഡ് നമുക്ക് ലാസ്റ്റ് വരച്ചു കൊടുക്കാം. മറ്റേ ആളുടെ ഹെഡിൽ തട്ടാതെ വരയ്ക്കാൻ നോക്കണം കേട്ടോ. ഇവിടെ വരെ എത്തും. ഇനി നമുക്ക് ബാക്കിയും കൂടെ വരയ്ക്കാം. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത്. അറ്റ സ്ട്രെച്ച്, ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരും അത് കാണുമ്പോൾ. ഇനി നമുക്ക് ബാക്കിയുള്ളതിൻ്റെയും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാനിത് ഓരോന്നിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇനീഷ്യലി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നമ്മൾ ബോർഡർ ആസ് യൂഷ്വൽ ബോഡി കൊടുക്കുന്നു, ലെഗ്സ് സ്ട്രെയിറ്റ് ആണ് കൊടുക്കുന്നത്, ഹെഡും ഒന്ന് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹാൻഡ്സ് നമ്മൾ മറ്റ് ഡാൻസിൻ്റെ തർപ്പ ഡാൻസിൻ്റെ ഇമേജസ് ചെയ്ത പോലെ തന്നെ ചുമ്മാ കൊടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർലോക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ആദ്യം ഇത് ഫില്ല് ചെയ്യുമ്പോൾ കുറച്ച് ഡാർക്കർ കളർ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഐ ചേഞ്ച് മൈ മൈൻഡ്. ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഗോ വിത്ത് നല്ലൊരു ലൈറ്റ് ലൈലാക്ക് കളറാണ് ചെയ്യുന്നത്. ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. ഓൾറൈറ്റ്. അപ്പോൾ കണ്ടോ, ഇവിടെ നമുക്ക് കൊടുക്കാൻ അത്ര ഗ്യാപ്പില്ല, പക്ഷെ തലയിൽ തട്ടാത്ത രീതിയിൽ നമ്മൾ ലെഗ് കൊടുക്കണം കേട്ടോ.
ഇവിടെ ഗ്യാപ്പ് വേണം കേട്ടോ, ചെറിയൊരു ഗ്യാപ്പ് വേണേ. നമ്മളങ്ങനെ ഫൈനൽ റോയിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ അതുവരെയുള്ളതൊന്ന് ഹാൻഡ് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിലെല്ലാം മെന്നിനെയാണ് വരച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ഇതിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ ഫീമെയിൽ ഫിഗർ കൂടെ വരക്കാം. ഫീമെയിൽ ഫിഗർ എങ്ങനെ ആക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ഹെഡിൻ്റെ കൂടെ ഒരു ബണ്ണും കൂടെ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇതിലിപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഇപ്പോൾ ക്വിക്കായിട്ട് ഇതൊക്കെ ഒന്ന് വരച്ച് പോകാൻ വേണ്ടി മാത്രം നമ്മളിപ്പോൾ ഹെഡ് മാത്രം കൊടുക്കുകയാണ്. ഹെയർ സ്റ്റൈലൊക്കെ ലാസ്റ്റ് നമുക്ക് കൊടുക്കാം. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. നിങ്ങളപ്പോൾ ഞാനിപ്പോൾ വരയ്ക്കുന്നത് വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് മണിക്കൂറായാലും എനിക്ക് അയക്കുമ്പോൾ ലോങ്കർ ഫയൽസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ഇങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെയ്തു പോകുന്നത്. കുറച്ച് ഫാസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ടൈം എടുത്ത് ചെയ്താൽ മതി. നമ്മളിവിടെ ഓൾമോസ്റ്റ് തീരാനായി. ഇപ്പോൾ ഞാൻ പറഞ്ഞ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ആദ്യം 3 സർക്കിൾ വരയ്ക്കുന്നു. സർക്കിൾ ഇല്ലാതെ നിങ്ങൾ ജസ്റ്റ് സ്പൈറൽ മാത്രമാണെങ്കിൽ ഇങ്ങനെ ഒരു 3 ലെയർ വരുന്ന രീതിയിൽ ഒരു സ്പൈറൽ വരയ്ക്കുക. എന്നിട്ട് ആ ഓരോ സ്പൈറലിൻ്റെ അവിടെയും നമ്മൾ ഇതുപോലെ നമ്മുടെ ഓരോ വർലി ഹ്യൂമൻ ഫിഗേഴ്സ് വരയ്ക്കുക. അത് വരച്ചതിന് ശേഷം അവരുടെ 2 കൈ, ഒരാളുടെ കൈയും പുറത്തേക്ക് ഇങ്ങനെ, എൻഡിൽ ആളുടെ കൈ പുറത്തേക്കായിരിക്കണം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇടുപ്പിൻ്റെ ഭാഗത്തേക്ക്, ഒരാളുടെ ഷോൾഡറിൽ നിന്ന് ഒരാളുടെ ഇടുപ്പിലേക്ക് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടം വരെ എത്തി. നമ്മൾ ഓൾറെഡി പകുതി ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി പകുതി നമുക്കപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ നമ്മളെല്ലാം കണക്റ്റഡായിട്ട് നമ്മൾ ഒരു 3 റൗണ്ട് വരച്ചിട്ടുണ്ട്. ഓൾറൈറ്റ്. ചെയ്യേണ്ടത് നമുക്ക് ഇതിൽ വരുന്ന ആ ഒരു പെൻസിലുകൊണ്ട് നമ്മൾ മറ്റേ സർക്കിളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ ഒന്ന് മായ്ച്ച് കളയാം. അത് മായ്ച്ച് കളഞ്ഞാലേ ഈ പെയിൻറ്റിങ്ങിന് വൃത്തി ഉണ്ടാവുള്ളൂ. അത് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ അവിടെ ഇരിക്കും തോറും അതൊരു ഇൻകംപ്ലീറ്റ് ആയിട്ട് ഒരു വൃത്തികേടായിട്ട് ഇരിക്കും. അതാണ് കണ്ടോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഞാനൊരു ലൈറ്റ് ലാവൻഡർ പോലത്തെ കളറാണ് കൊടുക്കുന്നത്. ഞാനത് ഫില്ല് ചെയ്യുകയാണ് കേട്ടോ. ഞാനത് ഒരു ഓർഡറിലല്ല, എനിക്ക് എൻ്റെ കൈയുടെ സൈഡിൽ എവിടെയാണ് എന്താ ഉള്ളത് അതിങ്ങനെ ഫില്ല് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങളും അതുപോലെ ഫില്ല് ചെയ്താൽ മതി. എല്ലാവരും ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഈ ഒരു പർട്ടിക്കുലർ കളർ തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. ഇതിങ്ങനെ വരച്ച് പോകുന്നുണ്ട്. നിങ്ങൾ ഉള്ളിൽ പെയിൻറ്റ് കൊടുത്ത് ഒരു കാര്യം ചെയ്യാം, ക്വിക്കായിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വരാം. നിങ്ങളത് കംപ്ലീറ്റ് ചെയ്താൽ മതി. നമ്മൾ ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട്. നമുക്കപ്പം വേഗം ക്വിക്കായിട്ട് നിന്ന് ചെയ്ത് പോവാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മളെല്ലാം ഇത് മെയിൽ ഫിഗേഴ്സാണ് വരച്ചിരിക്കുന്നത്. അതായത് ഹെയർ സ്റ്റൈലൊന്നും സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം ഓൾട്ടർനേറ്റ് ആയിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ളതിൽ കൊടുക്കാം. ഒരു മെയിൽ ഒരു ഫീമെയിൽ എന്നുള്ളത് കൊടുക്കാം. ഇപ്പം ഞാൻ ചില സമയം കൊടുക്കുമായിരിക്കും. ഇപ്പം ഞാൻ ഐ നോട്ട് തോട്ട് അബൌട്ട് ഇറ്റ്. കൊടുത്താലും ഭംഗി ഉണ്ടാവും. പിന്നെ ഇത്രയും മൾട്ടിപ്പിൾ റൗണ്ട്സ് കൊടുക്കുമ്പോൾ അത് കൊടുത്തില്ലെങ്കിലും ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ ഭയങ്കര കാരണം അത് ഒന്ന് ദൂരെ നിന്ന് നോക്കുമ്പോഴാണ് ഈ ഫിഗർ ഭംഗിയായി കാണുക. അപ്പോൾ അത് ഇങ്ങനെ കൊടുത്താലും ഭംഗി ഉണ്ടാവും. ഓൾട്ടർനേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രിസൈസായിട്ട് ഉണ്ടാവും എന്ന് പറയാൻ പറ്റുള്ളൂ. സെക്കൻഡ് റൗണ്ട് ഓൾമോസ്റ്റ് 2 റൗണ്ട്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആവും ഇതോടുകൂടെ. ഇനി നമുക്ക് ഉള്ളിലത്തെ ഒരു 3-4 കൂടെ കൊടുക്കാനുള്ളൂ. ഈ ഒരു 5 ഫിഗറും കൂടെ കൊടുക്കാനുള്ളൂ. അതും കൂടെ ഒന്ന് കൊടുക്കാം. കണ്ടോ, നമ്മളിപ്പോൾ കംപ്ലീറ്റ്ലി ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഈ പറഞ്ഞ പോലെ ഹെയർ സ്റ്റൈല്. ഐ തോട്ട് ഇനീഷ്യലി അത് കൊടുക്കണ്ട എന്നുള്ളത്, പക്ഷേ ഹെയർ സ്റ്റൈൽ നമുക്ക് അതങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട്. അപ്പോൾ ഇത് മെയിലാണ്, അങ്ങനെയെങ്കിൽ ദിസ് വിൽ ബി ഫീമെയിൽ, മെയിൽ, ഫീമെയിൽ, മെയിൽ, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് കേട്ടോ.
ജസ്റ്റ് ഒന്നിങ്ങനെ കൊടുത്താൽ മതി. അതിൻ്റെ തൊട്ട് സൈഡിൽ ഒരു സർക്കിളും കൂടെ, കുഞ്ഞായിട്ട് സർക്കിൾ, നമ്മൾ ഫീമെയിൽ ഫിഗർ ചെയ്യുന്നത് പഠിച്ചിട്ടില്ലേ, അപ്പോൾ അതുപോലെ ഒന്ന് കൊടുത്താൽ മതിയാവും. ഒരു ഭംഗി ഉണ്ടാവും കാണുമ്പോൾ. കാരണം വർലിയിൽ മെയിൽ ആൻഡ് ഫീമെയിലൊക്കെ ഏകദേശം ഒരേപോലെയാണ് റെപ്രസെൻറ്റേഷൻ വരുന്നത്. ആകെ ചേഞ്ച് ഈ ഹെയർ സ്റ്റൈലാണ് വരുന്നത്. അപ്പം അതൊന്നും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ ഇവിടെ. അപ്പം ഞാനിങ്ങനെ ഓരോരുത്തരുടെയും ഹെഡിൻ്റെ അവിടെ ഓൾട്ടർനേറ്റ് ആയിട്ട്, എല്ലാവർക്കും ഇല്ല, ഒരെണ്ണം ഇടപെട്ടിട്ടോ രണ്ടെണ്ണം ഇടപെട്ടിട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരാൾ കഴിഞ്ഞാൽ ഒരു മെയിൽ ഒരു ഫീമെയിൽ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. ഒരു ഹാർമണി ഇരുന്നോട്ടെ, ഒരു ജെൻഡർ മാത്രം നമുക്ക് സ്പെസിഫിക് ആയിട്ട് വരയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റായിരുന്നു. വി സ്റ്റാർട്ടഡ് വിത്ത് എ മെയിൽ, വി ആർ എൻഡിങ് വിത്ത് എ ഫീമെയിൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ ഓവറോൾ ലുക്ക് കൊടുത്തത്. ഇനി ഇതിൽ ചെയ്യാനുണ്ട് കേട്ടോ. ഈ പെയിൻറ്റിങ് ഇങ്ങനെയാണ് വരിക, ഇത് വരുമ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അടുത്തത് നമുക്ക് അതിൻ്റെ ചുറ്റുമുള്ളത് വരയ്ക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കോർണേഴ്സിലും കൂടെ നമ്മൾ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഈ കോർണറിൽ എന്താ വരയ്ക്കുന്നത്, ഇത് ചുമ്മാ ഡാൻസ് ആവില്ലല്ലോ, അതിന് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരെ കുറച്ച് വലുതായിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ചെരിഞ്ഞിട്ട് ഒരു ബോഡി ഫിഗർ വരച്ചു. ഇനി അവരുടെ ഹെഡ് അത് മൊത്തം ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു സാധനം വരയ്ക്കുന്നത് കേട്ടോ. ഒരു വി പോലെ വരച്ചിട്ട് അറ്റത്തൊരു ഹോളിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പുള്ളിയുടെ കൈ ഒന്നിവിടെ, ഒരു കൈ ഇവിടെ, ഇങ്ങനെ. ഇനി അപ്പോൾ ഇപ്പുറത്തും നമുക്കിനി വേറൊരാളെയും കൂടെ വരയ്ക്കണം. അപ്പോൾ ആ പുള്ളി ഇങ്ങനെ നോക്കിയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അയാളുടെ കയ്യിൽ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഹെഡ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു. അങ്ങനെ കാല് ഇങ്ങനെയാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. രണ്ട് കൈയും മുകളിലേക്ക് പോയിട്ട് ഇത് കൊട്ടാനുള്ള സാധനം ആ പുള്ളിയുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇനി നെക്സ്റ്റ് താഴെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ആ പുള്ളിയും ഡാൻസിൻ്റെ മൂമെൻറ്റിലേക്കാണ്. ഹെഡ് വരച്ചു. ഇനി ഈ സാധനം ഇതൊരു ഫീമെയിൽ ആയിക്കോട്ടെ കേട്ടോ. ഇനി കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുള്ളൊരു സാധനമില്ലേ, ചിലും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉത്സവത്തിനൊക്കെ കാണും. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായി പറയാനില്ല. അതാണ് ഇതിൽ. അതിന് ഇങ്ങനെ ഇത് വരും കേട്ടോ, കണ്ടോ? ഇങ്ങനെയാണ് ആ ഇൻസ്ട്രുമെൻ്റ് വരയ്ക്കുക. ഇനി ഇപ്പുറത്ത് വരയ്ക്കുന്ന ആളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളി ഇവിടെ ഒരു ഡ്രംസ് പോലത്തെ സാധനം വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഒരു കൈ ഇങ്ങനെ, ഒരു കൈ രണ്ട് കൊട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നിൽക്കുക. അപ്പോൾ ഇതിങ്ങനെയാണ് ടോട്ടലി. ഇതിൽ 4 പിക്ചർ വരെ. ഇനി നമുക്കിതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫില്ലിങ്ങിനും ഞാൻ സെയിം നമ്മൾ മുന്നേ ഫില്ല് ചെയ്യാനെടുത്ത കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു കളർ തീമിലാണ് ഈ എൻ്റയർ പിക്ചർ പോകുന്നത്. ഞാൻ ബോഡിക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിന് ഞാൻ ബ്ലാക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ബ്ലാക്കിൽ തന്നെ വരും. സോ ദിസ് പിക്ചർ ഗോസ് ലൈക്ക് ദിസ്. ഇനി ഇതാണ് ഇതിൻ്റെ ഇവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ ഇതിൽ കുറച്ച് പ്രിൻ്റൊക്കെ ആയിട്ട് കൊടുക്കാം. അത്ര ഇതിൽ കൊടുക്കാനുള്ളൂ നമുക്ക്. ഇനി ഈ പുള്ളിയുടെ ബോഡി
ഇത്രയും കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു മുകളിലെ ആളുടെയാണ്. അപ്പോൾ ഇതിനും നമ്മൾ ഫില്ല് ചെയ്യുന്ന ബ്ലാക്കിൽ തന്നെ ഫില്ല് ചെയ്യും. ഇത് കൈ മുകളിൽ കൂടെ വരയ്ക്കാൻ കാരണം വേറെ കളറായതുകൊണ്ട് എന്തായാലും അത് എടുത്ത് കാണിക്കും. സോ മുകളിലൂടെ വരയ്ക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് തർപ്പ ഡാൻസ് എന്നുള്ള മോഡ്യൂൾ വരുന്നത്. തർപ്പ ഡാൻസ് ബേസിക്കലി വർലി ട്രൈബിലുള്ള ആൾക്കാരുടെ ട്രഡീഷണൽ ഡാൻസ് ഫോമാണ്. എന്തൊരു ആഘോഷം വന്നാലും എന്തൊരു മ്യൂസിക് വന്നാലും അവർ ഈ ഒരു താളത്തിനായിരിക്കും എപ്പോഴും ഡാൻസ് ചെയ്യുന്നുണ്ടാവുക. ഇതാണ് തർപ്പ ഡാൻസ്.